നമ്മുടെ ശിവകുമാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും വോട്ടെണ്ണൽ യന്ത്രങ്ങളിലെ വോട്ടുകളുണ്ട്. 2 മണ്ഡലങ്ങളിൽ വരാറുണ്ട്. 55 LDF യു എന്ന് കാണാം. എന്തായാലും സുധീർ ഷപ്പാലോടാണ് ഇപ്പോൾ ഇവിടെ കന്യാശ്ശേരിയിലെ LDF-ന്റെ പഞ്ചായത്തിലാണ്. മുഖ്യമന്ത്രി പിണറായിയുടെ പിന്നിലായിട്ടുള്ളത് LDF ഭരിക്കുന്ന പഞ്ചായത്തിലാണ്. അതുകൂടി അപ്ഡേറ്റ് പിന്നീട് പിണറായിയുടെ പഞ്ചായത്ത് അങ്ങനെയാണെങ്കിൽ ഒരു പോയിന്റ് ഉണ്ട്. അവിടെ BJP സ്ഥാനാർത്ഥി വോട്ട് കൂട്ടിയിട്ടുണ്ട്. അതെ, സംസ്ഥാന സെക്രട്ടറി കാര്യമാണ്. അല്ലാതെ ഇത്ര ഒരു പറയോട്ട് പോകാൻ സാധ്യതയില്ല. സ്ഥാനാർത്ഥി VP അബ്ദുൽ റഷീദ് ധർമ്മടത്ത് 733 ഒരു ഡിലേ ഉണ്ട്. പുറത്താണ് ഇത് പറഞ്ഞു തുടങ്ങിക്കോളൂ കളിക്കാൻ. LDF-ന്റെ പഞ്ചായത്തിൽ പോയപ്പോൾ പിണറായി വിജയൻ പിന്നിലായെങ്കിൽ 233 വോട്ടിനാണ് ആദ്യഘട്ട കൗണ്ടിംഗ് പൂർത്തിയായ സമയത്ത് 733 വോട്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം മണ്ഡലത്തിൽ പിന്നിലാണ് എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. CPM ശക്തി കേന്ദ്രമായ ബംഗളൂരു പഞ്ചായത്താണ് നിലവിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ റൗണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ആദ്യ റൗണ്ട് പൂർത്തിയായപ്പോഴാണ് 733 വോട്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മട മണ്ഡലത്തിൽ പിന്നിലായിരിക്കുന്നത്. UDF-ന്റെ VP അബ്ദുൾ റഷീദാണ് ഇപ്പോൾ അവിടെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം CPM-ന്റെ ശക്തി കേന്ദ്രമാണ് ചെമ്പിലോട് പഞ്ചായത്ത്. ചെമ്പിലോട് പഞ്ചായത്തിലാണ് UDF ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വോട്ടത്തിന് ഇനിയും താഴോട്ട് പോകുമോ എന്ന് തന്നെയാണ് കണ്ടറിയേണ്ടത്. കഴിഞ്ഞ തവണ കിട്ടിയ ഒരു ഭൂരിപക്ഷത്തിലേക്ക് പിണറായി എത്തുകയില്ല. കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷം നമ്മുടെ മണ്ഡലത്തിൽ പിണറായി നേടാൻ സാധിച്ചിരുന്നു. പക്ഷേ ഇത്തവണ ആ ഒരു രീതിയിലേക്ക് എത്തില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ വോട്ടിംഗ് കൗണ്ടിംഗ് മാറ്റി അപ്ഡേറ്റ് ആണ്. പോവുകയാണ്. LDF 41 അവരുടെ സീറ്റിന്റെ ലീഡ് കുറയുന്നു. 94 UDF വരുന്നു. BJP-യും NDA-യും അഞ്ചെടുത്ത് തുടക്കം മുതലുള്ള ലീഡ് അതേപോലെ നേരിയ ഒരു ഭൂരിപക്ഷത്തിന് OS അംബിക ഇടതുപക്ഷ സ്ഥാനാർത്ഥി മുന്നിലാണ്. സിറ്റിംഗ് MLA മുന്നിലാണ്. പക്ഷേ തൊട്ടടുത്ത് സുധീറിന്റെ വലിയ പുറകോട്ടുണ്ട്. കാണാൻ വളരെ ടൈറ്റ് ഫൈറ്റ് ആണ്. തമിഴ്നാട് DMK 53, AIK 50, GVK 78. വിജയ്ജി തമിഴ്നാട്ടിൽ TVK-യുടെ മുന്നേറ്റം തേരോട്ടമാണ് കാണുന്നത്. പിടിച്ച വോട്ട് 2 പേർ വോട്ട് പിടിച്ചിട്ടുണ്ട്. അതൊരു ഭയങ്കര പരീക്ഷണം തന്നെയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പ്രവേശിയിലെ തമിഴ്നാട് തന്നെയാണ് ഈ 5 സംസ്ഥാനങ്ങളിലും പുതുച്ചേരി മന്ത്രി പിറകിലോട്ട് പോയിരിക്കുന്നു. മന്ത്രി P. പ്രസാദ് 334 വോട്ടുകൾക്ക് ചേർത്തല P. പ്രസാദ് അദ്ദേഹം പിറകിലാണ് എന്നുള്ളതാണ്. മഞ്ചേശ്വരത്ത് ഇപ്പോൾ AK അഷറഫിന് ലീഡ് എന്നാണ്. അടുത്ത ബാബു ഷോപ്പ് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം. BJP 130, TMC 112, അസമിൽ BJP 83, കോൺഗ്രസ് 27. 20 സീറ്റ് കൂടി വേണം കേരളത്തിൽ. 20 സീറ്റ് തന്നെയാണ്. 130 BJP. കേരളത്തിൽ 94 സീറ്റുകളിൽ UDF ലീഡ് ചെയ്യുകയാണ്. ശ്യാം പ്രദീപിള്ള 100 കടക്കുമോ? ഗൗതം 100 കടക്കുമോ? UDF 100 കടക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, അടുത്ത മുഖ്യമന്ത്രി VD സതീശനായിരിക്കും. കാരണം 100 വരെ 100-നപ്പുറത്തേക്ക് പോകുന്നത് അയാൾക്ക് നേട്ടം രീതിയിൽ സതീശൻ വിജയം നിഷേധിച്ചിരുന്ന ഇടത്ത് UDF-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ എണ്ണുമ്പോൾ അസമ
പിഴ വീണ്ടും കെ സുരേന്ദ്രൻ ഏറ്റുവാങ്ങൽ മന്ത്രി വി എൻ വാസുവിനെ കീഴിലാക്കി യുഡിഎഫിന്റെ 40 സുരേഷ് 18 വോട്ടിന്റെ 4000 തന്നെ പറയാം 4000 വോട്ടുകൾ കോൺഗ്രസ് വിമർശിച്ച മറ്റൊരു മണ്ഡലം ഇത്രയും വലിയ തിരിച്ചടി കിട്ടുമ്പോഴും പേരാവൂരിൽ ശൈലജ ചിലപ്പോൾ മുന്നിലാണ് 23 വോട്ടുകൾ അതല്ല എനിക്ക് തോന്നുന്നു ഇവരിൽ പണി കൊടുത്തോളുകയാണ് ഇന്ന് തന്നെ പിന്നിൽ പോകുന്നു അതുപോലെ സന്യാസം മുന്നിൽ പോകുന്നു സൂചനകളാണ് ഈ നിമിഷം നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് TMC 107 ഒതുങ്ങി. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ പൊളിറ്റിക്സിലുള്ള ശക്തമായിട്ടുള്ള തിരിച്ചടി മാത്രമല്ല ഭരണം 10 വർഷം കേരളത്തെ ഭരിച്ച് മുടിപ്പിച്ചതിനുള്ള ഏറ്റവും വലിയ ഒരു തിരിച്ചടിയാണ്. വളരെ നേരത്തെ ആയി പോയെന്ന് എനിക്ക് അറിയില്ല. ശ്യാം കേൾക്കാം എങ്ങാനും CPM-ന്റെ വെള്ളിയത്തിൽ ഒരു ന്യായീകരണം എന്ന് പറഞ്ഞിരുന്നത് ജയിക്കാനുള്ള സാധ്യത ഭരണത്തോട് എതിർപ്പുണ്ടാവാം, ഭരണവിരുദ്ധ വികാരമുണ്ടാകാം, പക്ഷേ ലോക്കൽ MLA-യോട് എതിർപ്പില്ല, അതുകൊണ്ട് ജയിക്കുമെന്നാണ്. അങ്ങനെയെങ്കിൽ അതുപോലും പാടില്ല എന്ന് പറഞ്ഞ് കിഫ്ബി എടുത്തു വച്ചിരുന്ന ഹോർഡിൽ ആർശാണത് മഞ്ചേശ്വരം വെച്ച് അവിടെയൊക്കെ പിണറായി വിജയന്റെ മുഖ്യമന്ത്രി ഭരണം ഓർപ്പിക്കുന്ന ഹോർഡിൽ വെച്ചത് ആരുടെ ബുദ്ധി? KSRTC ബസ്സുകൾ കിട്ടും. ഒരൊറ്റ KSRTC ബസ് ഓർപ്പിച്ചുകൊണ്ടേയിരുന്നു. നേരത്തെ പറഞ്ഞ BJP പിന്നീട് കൊല്ലത്തേക്ക് വരുമ്പോൾ ഇരുപുരം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇരുപുരത്ത് ഇത്തവണ RSP സ്ഥാനാർത്ഥിയായിട്ടുള്ള വിഷ്ണുമോഹൻ ലീഡ് ഉയർത്തിയെന്നുള്ളതാണ്. അതായത് പരമ്പരാഗതമായി തന്നെ LDF-നെ അവിടെ ആറ് നിർത്തിയാണ് വിജയിക്കുമെന്നുള്ളൊരു ചെങ്കോട്ടകൾ ആടി ഉലഞ്ഞ് തലപരിശാകുന്ന കാഴ്ച വളരെ പെട്ടെന്ന് കോഴിക്കോട് സ്ഥലത്തിൽ എത്ര വോട്ടുകൾക്കാണ് രനീഷ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്? ഇപ്പോൾ കൗണ്ട് ചെയ്തത് ലീഗിന്റെ ഉരുക്കുകോട്ടകളാണോ? അവിടെ തീവ്ര മുസ്ലിം വോട്ടുകൾ ഉൾപ്പെടെ BJP-യിലേക്ക് വന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് സംഭവിക്കുന്നത്? തീർച്ചയായും വലിയൊരു ചരിത്രം സൃഷ്ടിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലെ ഈ നിമിഷം, അതായത് പോസ്റ്റൽ വോട്ടുകൾ എണ്ണുമ്പോഴും അതിനുശേഷം പിന്നീട് ബാലറ്റ് വോട്ടുകൾ എണ്ണുമ്പോഴും ടി രനീഷ് സൗത്ത് മണ്ഡലത്തിലെ MT സ്ഥാനാർത്ഥിയുള്ള ടി രനീഷ് മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. 380 വോട്ടിന്റെ ലീഡാണ് ടി രനീഷിന് ഈ സമയം നിൽക്കുന്നത് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ നമുക്ക് ഈ സമയം വോട്ടെണ്ണുന്നത് പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലെ വോട്ടുകളാണ് എണ്ണിയിരിക്കുന്നത്. അങ്ങനെ എണ്ണിയ വോട്ടിൽ നിന്നും ഈ രനീഷാണ് മുൻപന്തിയിൽ നിൽക്കുന്നതെങ്കിൽ ആ വോട്ടുകൾ കൂടി രനീഷിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ 4 മണ്ഡലങ്ങളാണ് എണ്ണിക്കഴിഞ്ഞത്, 4 ബൂത്തുകളാണ് എണ്ണിക്കഴിഞ്ഞിരിക്കുന്നത്. ആ ഫലസൂചന പുറത്തു വന്നപ്പോഴാണ് 380 വോട്ടിന്റെ ലീഡ് ടി രനീഷ് സ്വന്തമാക്കിയിരിക്കുന്നത്. കോഴിക്കോടിന്റെ മൊത്തം ഒരു സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം കോഴിക്കോട് ഉണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ 10 ഇടങ്ങളിൽ LDF ആയിരുന്നു സീറ്റ് ലഭിച്ചിരുന്നെങ്കിൽ ഇത്തവണ അത് മുഴുവൻ മാറി പറയുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ഫലസൂചനകൾ, ആദ്യഘട്ടത്തിലെ ഫലസൂചനകൾ പുറത്തു വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതാണ്ട് 6 വോട്ടിന് കഴിഞ്ഞ തവണ വിജയിച്ച പിണറായി വിജയൻ 2 റൗണ്ടിലും പിന്നിലാണ്. നമ്മൾക്ക് പിണറായി വിജയൻ പിന്നിലാണ്. ആദ്യ റൗണ്ട് കഴിയുമ്പോൾ പക്ഷേ കടൽക്കൂട്ടത്ത് ആകെ 15,780
എണ്ണിയത് LDF 5792, NDF P മുരളീധരൻ 4900. അങ്ങനെ ചടങ്ങുകളുടെ ശക്തീകരണം തന്നെയാണ്. പക്ഷെ അവിടങ്ങളിലൊക്കെ ഏത് രീതിയിൽ പോയി വോട്ട് പ്രതിഫലിക്കുന്നത് കണ്ടതൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. ആദ്യ രണ്ട് ഘട്ട തമിഴ്നാട്ടിൽ ടിവിക്ക് 100. ഇതിനെ തിരിച്ചെത്താമേ വളരെ പ്രധാനപ്പെട്ട തമിഴ്നാട്ടിൽ ടിവിക്ക് ടിവിക്ക് 100 സെഞ്ചുറി അടിച്ചിരിക്കുകയാണ്. ഞാൻ വീണ്ടും അവസരം തരികയാണ്. വിജയിച്ച് എന്ന് വിളിക്കാൻ ശ്രമിക്കുകയോ സനാതന ധർമ്മത്തിനെതിരെ ദേശീയ ഐക്യത്തിനെതിരെ ഉണ്ടാക്കി ദക്ഷിണ ഭാരതം ഒരു പ്രത്യേക രാഷ്ട്രമാണെന്നുള്ള രീതിയിൽ പ്രവർത്തിച്ച് അതിനായി സംസ്ഥാനങ്ങളിൽ